ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ പാക് ബോർഡർ ആക്ഷൻ ടീമുമായി ഏറ്റുമുട്ടൽ. ഒരു സൈനികന് വീരമൃത്യു, 4 സൈനികർക്ക് പരിക്ക്. ഒരു പാക് സൈനികനെ വധിച്ചു. അർജുനായുള്ള തെരച്ചിൽ 12ാം ദിനത്തിൽ. പുഴയിലിറങ്ങിയുള്ള തെരച്ചിലിന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഷിരൂരിൽ. ഗംഗാവലി പുഴയിൽ ഫ്ലോട്ടിംഗ് വെസൽ എത്തിക്കും. ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെയെന്ന നിഗമനം. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരും ഒരുമിച്ച് നീങ്ങേണ്ട സമയമാണിത്. കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ചെന്നിത്തല. പാർട്ടി പ്രവർത്തകർക്ക് വേദനയുണ്ടാക്കുന്ന പരാമർശം തന്നിൽ നിന്നുണ്ടാകില്ലെന്ന് വി.ഡി. സതീശൻ. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന വീട് തകർത്തു. ആക്രമണം സിംഗുകണ്ഠം സ്വദേശി അമുദ സുരേഷിന്റെ വീടിനു നേരെ. ചക്കക്കൊമ്പനെന്ന് നാട്ടുകാർ. തൃശൂർ പാലപ്പിള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ കൊന്നു. മാലിന്യ കൂമ്പാരത്താൽ നിറഞ്ഞു കവിഞ്ഞ് കൊച്ചി മുണ്ടൻവേലിക്കനാൽ. ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പാക്കാൻ ശ്രമം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ. ഹോക്കിയിൽ ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ ന്യൂസിലാൻഡ്. ബോക്സിംഗ്, ഷൂട്ടിംഗ്, ബാഡ്മിന്റൺ, ടെന്നീസ് എന്നീ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരം.